ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി സർവീസിന് കയറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കതൊരു സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി കിട്ടിയിരുന്നു. അതിനുശേഷം അതേ കംപ്രഷൻ ലീക്കായി പോണ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതും പ്രകാരം നമ്മൾ പോയി വണ്ടി വണ്ടി സ്റ്റാർട്ടായി കിട്ടി, സെൽഫ് അടിച്ച് സ്റ്റാർട്ടായി കിട്ടിയായിരുന്നു. അതിന് നമ്മൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പം ഇന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് എടുത്തിട്ട് പിന്നെ വണ്ടി ഓഫായി പോയി. പിന്നെ കംപ്രഷൻ ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഹെഡിനകത്ത് കരി കയറിയിട്ടുള്ള പ്രശ്നമാണ്. അത് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് ഓരോ 30,000 കിലോമീറ്ററിലാണ് നമുക്ക് അതിൻ്റെ ഹെഡ് ഡീകാർബണൈസിങ് വന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ജനറൽ സർവീസായിട്ടാണ് ചെയ്യണേ. പക്ഷേ ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നും നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഹെഡിനകത്ത് വാൽവിൽ തന്നെ കരിയുടെ അളവ് കൂടുമ്പോഴാണ് പ്രോബ്ലം വരാം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോ കേട്ടോ. ഇപ്പോൾ 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇപ്പം നമുക്ക് സർവീസ് ജനറലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കയറ്റിയതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ലൈനർ മാറ്റിയിട്ട് കൂട്ടത്തിയുടെ കേബിൾ മാറ്റിയാലാണ് ആ ബ്രേക്കിൻ്റെ ഭാഗം കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ ഹെഡ് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ മാറ്റിയാൽ മതി. ഇപ്പോൾ തൽക്കാലം കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, നമ്മൾ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിടാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. അതിനകത്ത് പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. എൻ്റെ ഈ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ഇതിന് ഓൾറെഡി തേയ്മാനത്തിലേക്ക് ആയിട്ടുണ്ട്. പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ റോളർ വെയിറ്റ് ഐറ്റംസ് വന്നത് ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ മെറ്റൽ പാർട്സാണ്. അതൊരു വെയിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓൾറെഡി തേയ്മാനം വന്ന് ഏകദേശം അതിൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അലുമിനിയം ബോഡി ഉണ്ടല്ലോ, അലുമിനിയം ബോഡിയും ഈ ബോസ് ഡ്രൈവും തമ്മിൽ തേയ്മാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് ഇതിൻ്റെയൊക്കെ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു 50,000 60,000 അതിലൊക്കെ കൂടുതലല്ല നമ്മൾ ഉപയോഗിച്ച് തന്നെ ആയേക്കണതാണ്. അപ്പോൾ അതൊരു മാറ്റേണ്ട സിറ്റുവേഷനിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആരംഭമാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ഇപ്പോൾ ശരിക്കും നല്ലൊരു മുഴക്ക സൗണ്ടായിട്ട് കാണിക്കും. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ആവണേക്കാളും മുമ്പ് നമുക്കത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞ് ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണ് ഇത്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇതും നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകേണ്ട പാർട്സുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വർക്കിങ്ങിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ 10,000 കിലോമീറ്റർ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഴിച്ച് ഗ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നിനാണ് തേയ്മാനം വരാം. ആ പിന്ന് മാത്രം, അത് നമുക്ക് വലിയ കോസ്റ്റ്ലി അല്ല. ഏകദേശം ഒരു 100-150 രൂപ അടുത്താണ് പിന്നും റോളറും കൂടി വരുള്ളൂ. അത് മാറ്റി ഗ്രീസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഈ യൂണിറ്റ് കംപ്ലയിൻറ്റ് വരാണ്ട് കാലങ്ങളോളം നിൽക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകും കേട്ടോ. ഓൾറെഡി നമ്മുടെ എല്ലാ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്യും. ജനറൽ സർവീസായിട്ട് സാധാരണ നമുക്ക് 4 മാസം കൂടുമ്പോൾ വരാറ്. ആ ഓരോ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്യും. കംപ്ലയിൻറ്റ് ഉണ്ട്, ടൈറ്റ് എന്തെങ്കിലും തോന്നിയാൽ തന്നെ നമ്മൾ അപ്പം തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകാനാണ് പതിവ്. അതുകൊണ്ട് 1,00,000 കിലോമീറ്റർ കൂടുതൽ ഓടിയാണ് വണ്ടികളും കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഇപ്പോഴും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് സർവീസ് വേണ്ടി വന്ന പാർട്സുകളാണ് കേട്ടോ. അപ്പോൾ അത് നിലവിൽ നമ്മൾ കൂട്ടത്തിക്കടെ ഗ്രീസ് ചെയ്ത് വിടും. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത് കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ ടെസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഹെഡ് അഴിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ചെയ്താൽ മതി. കിക്കർ വീല് കൂട്ടത്തിക്കടെ നമ്മൾ ഗ്രീസ് ചെയ്ത് പോകും. പിന്നെ ഹെഡിൻ്റെ ഭാഗത്തായാലും ചെറിയൊരു നനവൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ താമസിക്കാണ്ട് തന്നെ നമുക്ക് ഹെഡ് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ കൂട്ടത്തിൽ അതൊക്കെ മാറ്റിയാൽ മതി. കാരണം ഇപ്പോൾ നമ്മൾ മാറ്റിയാലും അത് അഴിക്കുന്ന സമയത്ത് വീണ്ടും അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ആക്സിലേറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കൈയോടെ മാറ്റിയിടാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ഈ മോഡൽ വണ്ടിയിൽ തന്നെ. അപ്പോൾ അത് നമ്മൾ അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, കമ്പനി ലൈനർ കിടക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നമുക്കത് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2024 മോഡൽ പുതിയ ബാറ്ററി നമുക്കിത് ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൂടി ഇടാം. അതിനകത്ത് നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല, എങ്കിൽ കൂടി നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. 12.92 വരെ വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കില്ല, കാരണം ഓക്കെ ആയിട്ട് വരുള്ളൂ. പക്ഷേ ബാറ്ററി പുതിയതാണെങ്കിൽ കൂടി നമുക്ക് സർവീസിനകത്ത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടി ആഡ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ ബുഷറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പ്ലഗിന് ചെറിയൊരു ഷോർട്ടിങ് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് മാത്രം തൽക്കാലം നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീകാർബണൈസിങ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ വീണ്ടും നമുക്ക് പ്ലഗ് മാറ്റേണ്ടി വരും. കാരണം എന്നാലാണ് കറക്റ്റ് പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ഒരു പരിധി വരെ നമുക്ക് പ്ലഗ് മാറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആവാനായിട്ടുള്ളൊരു ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പ്ലഗ് മാറ്റുന്നത്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ.
അപ്പോൾ ഹെഡ് അഴിച്ച് കരി കുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിടണമെങ്കിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടാകണം ഈ വണ്ടി. കാരണം എന്താ വെച്ചാൽ ഓരോ 30,000 കിലോമീറ്ററിലുമാണ് നമ്മൾ ഹെഡ് അഴിച്ച് കരി ക്ലീൻ ചെയ്യേണ്ടി വരിക. കാരണം ഇതിലിപ്പോൾ ഇനി അങ്ങടേക്ക് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. കാരണം എന്ന് വെച്ചാൽ പൊല്യൂഷനൊന്നും പാസ്സാവാനായിട്ട് ഇപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഓരോ വണ്ടിക്കും പാസ്സായി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മളുടെ എൻജിൻ ഭാഗമൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് സർവീസ് ചെയ്തൊക്കെ കൊണ്ടുനടന്നാൽ തന്നെയാണ് പേപ്പർ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ ഇനി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം.